എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് നിലമ്പൂരിൽ ഉജ്ജ്വല സ്വീകരണം. CPM സംസ്ഥാന നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരും സംബന്ധിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം M സ്വരാജ് നിലമ്പൂരിലെത്തി. ട്രെയിനിൽ നിലമ്പൂരിലിറങ്ങിയ സ്വരാജിനെ സ്വീകരിക്കാൻ നിരവധി പ്രവർത്തകരാണ് കാത്തുനിന്നത്. തുടർന്ന് ആവേശോജ്വല സ്വീകരണം നൽകി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം A വിജയരാഘവൻ തുടങ്ങിയ നേതാക്കളും ഘടകകക്ഷി നേതാക്കളും സംബന്ധിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുറന്ന വാഹനത്തിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വരാജിനെ നിലമ്പൂരിലേക്ക് ആനയിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ടില്ലെന്നും ജന്മനാടായതിന്റെ ആവേശം നിലമ്പൂരിൽ മത്സരത്തിനെത്തുമ്പോൾ ഉണ്ടെന്നും M സ്വരാജ് പ്രതികരിച്ചു. ഉച്ചയ്ക്ക് ശേഷം മണ്ഡലത്തിൽ സ്വരാജിന്റെ റോഡ് ഷോയും നിശ്ചയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന നിലയിൽ രാത്രി വരെയുള്ള റോഡ് ഷോയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി എത്തുന്നതോടെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതേസമയം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്ന് വരെ റോഡ് ഷോ നടത്തിയാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപഭരണാധികാരിയായ നിലമ്പൂർ തഹസിൽദാർ MP സിന്ധുവിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. രാവിലെ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളോട് വിജയപ്രതീക്ഷയും പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.